ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോസ് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു സ്നാക്സ് തയ്യാറാക്കാൻ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനൊരു കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദപ്പൊടിയാണ്, ഒരു 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടലപ്പൊടി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചതാണ്. അപ്പോൾ മൈദപ്പൊടി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കാരണമാണ് ഒന്ന് അരിച്ചെടുക്കുന്നത്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്, വറുത്ത അരിപ്പൊടി. അരിപ്പൊടി വറുത്തത് വറുക്കാത്ത ഏത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്താണ്. പിന്നെ ഇത് പേസ്റ്റ് ആക്കിയിട്ടില്ല, നമ്മൾ ചതച്ചിട്ട് തന്നെ ഇതിൽ ചേർത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒരു 4 അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നമ്മൾ വെള്ളമൊഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടി നമ്മുടെ മാവിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ആദ്യം തന്നെ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, വെള്ളം അധികമായി പോകും. നമ്മൾ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ പരുവെന്ന് വെച്ചാൽ കൂടുതലായിട്ട് കട്ടിയും വേണ്ടെന്ന് കൂടുതലായിട്ട് ലൂസും വേണ്ട, അതിൻ്റെ ഇടയിലുള്ള ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാൻ ഏകദേശം ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് 1 കപ്പും 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മാവിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവൊക്കെ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് പരുവത്തിലാക്കി എടുക്കേണ്ടത്. കണ്ടോ, ഈ രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ബ്രെഡാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കണം. ബ്രെഡ് മുറിച്ചെടുക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 സൈസിൽ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി മുറിച്ചെടുക്കാതെ വേണമെങ്കിൽ ഓരോ ബ്രെഡായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഓയിലിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കുക. അതുപോലെ തന്നെ അപ്പോൾ അത് 4ആയിട്ട് കണ്ട് മുറിച്ചെടുക്കുന്നു, അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 2 രീതിയിലും ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ബ്രെഡ് എടുക്കുമ്പോൾ കൂടുതൽ മധുരമില്ലാത്ത ബ്രെഡ് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഈ കാപ്പി കളറ് അതൊന്നും കളയേണ്ട ആവശ്യമില്ല, അതോടുകൂടി തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു മിക്സിൽ ബ്രെഡ് മുക്കിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കൂടുതലായിട്ട് കരിഞ്ഞു പോകുന്നില്ല, ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക, പെട്ടെന്നായി കിട്ടും. പിന്നെ നമ്മളെടുക്കുന്നത് ഒരുപാട് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ മാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ അത് ശരിയായി കിട്ടും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു വശമായിട്ടുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്നായി കിട്ടും. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരിയെടുക്കാം. നമ്മൾ കടലപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളറായിരിക്കും നമ്മുടെ ഈ ഒരു ബജിക്ക് കിട്ടുന്നത്. അപ്പോൾ അത് അവിടെ ആയിട്ടുണ്ട്, നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചത് നമ്മൾ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു സ്നാക്സിന്. ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള സ്നാക്സാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉള്ളു നല്ല സോഫ്റ്റാണ്, പുറമശം ചെറിയൊരു ക്രിസ്പിയോട് കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിനി ബ്രെഡൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്നാക്സാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണല്ലോ. ബ്രെഡ് വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക.